22 വയസ്സുള്ള ലോ സ്റ്റുഡന്റ് ശർമിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ തീവ്ര വലതുപക്ഷ സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ ബോളിവുഡ് സിനിമാ താരങ്ങൾക്കെതിരെ പോസ്റ്റ് ചെയ്തുകൊണ്ടല്ല ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തത്. 22 വയസ്സുള്ള ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്യുകയും 14 ദിവസം ജയിലിലാക്കുകയും ചെയ്തു. എന്താണ് ശർമിഷ്ഠ പറഞ്ഞത്? ശർമിഷ്ഠയ്ക്ക് എങ്ങനെയാണ് ശർമിഷ്ഠയെ പോലുള്ള യുവാക്കളും യുവതികളും ഈ വിദ്വേഷത്തിൽ വീണു പോകുമ്പോൾ അവരെ നമ്മൾ വീണ്ടെടുക്കേണ്ടത്? ജയിലാണോ അതോ ഒരു ഗാന്ധിയൻ രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി നന്നാക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? എന്തായാലും ശർമിഷ്ഠയുടെ അറസ്റ്റിന്റെ വിഷ്വൽസ് ദേശീയ തലത്തിലടക്കം വലിയ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചു. ആ വിഷ്വൽസ് നമുക്ക് കാണാം. ശർമിഷ്ഠ ഒരു ലോ സ്റ്റുഡന്റ് ആണ്, 22 വയസ്സുള്ള വ്യക്തിയാണ്, ഇൻഫ്ലുവൻസർ ആണ്, ഒരു അൾട്രാ റൈറ്റ് വിങ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന വ്യക്തിയാണ്. വളരെ യുവതിയാണ്. 22 വയസ്സെന്ന് പറയുമ്പോൾ എന്ത് പ്രായം ഉണ്ടാവും? അപ്പൊ ശർമിഷ്ഠ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അപമാനിച്ച് ഒരു പോസ്റ്റും കാര്യങ്ങളും ഇട്ടു. പിന്നീട് ആ കുട്ടി അതിന് ക്ഷമ പറഞ്ഞു, അതിനെ ഡിലീറ്റ് ചെയ്തു, അപ്പോളജൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൽ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും നമ്മുടെ ഭഗവാൻ ശ്രീരാമനാണെങ്കിലും ദൈവപുത്രനായ യേശു ക്രിസ്തു ആണെങ്കിലും ഇവരെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും, ഭഗവാൻ ബുദ്ധനാണെങ്കിലും അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിലും എല്ലാവരെയും ആദരിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഇന്ത്യക്കാരുടെ പൊതു കൾച്ചറാണ്. ഇതിനെ നമ്മൾ ഒരു കാരണവശാലും ലംഘിക്കരുത്. അത് ലംഘിക്കരുതെന്ന് പറയാൻ കാരണം ഈ അൾട്രാ റൈറ്റ് വിങ്ങോ അൾട്രാ ലെഫ്റ്റ് വിങ്ങോ, ഈ അൾട്രാ ലെഫ്റ്റ് വിങ് പലപ്പോഴും ചെയ്യുന്നത് ഹിന്ദു ദേവി ദേവന്മാരെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പകരം നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ, ഞാൻ അതുകൊണ്ടാണ് ഈ കുട്ടികളും ഭാവിയിലുള്ള യങ്സ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്, ഇവർ ഈ തീവ്ര വിദ്വേഷത്തിലേക്ക് വീണു പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. നമ്മളുടെ കേരളത്തിൽ മറ്റേ അവലും മലരും കുന്തിരിക്കുകയും കരുതി വെച്ചോ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ വിഷം നമ്മൾ കുത്തിവെക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കുത്തിവെക്കുകയാണ്. ഇനിയും ശർമിഷ്ഠയുടെ മനസ്സിൽ നമ്മൾ ഈ തീവ്രത കുത്തിവെക്കുന്നത്, അവിടെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ തീവ്ര ഹിന്ദുത്വവാദികൾ കുത്തിവെക്കുന്നതാണ്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും നമ്മുടെ യുവാക്കളിലും കുട്ടികളിലും അങ്ങനെ കുത്തിവെക്കുമ്പോൾ അവരുടെ ആ മനസ്സിൽ നിന്ന് വിഷം കളയാനാണ് നമ്മൾ നോക്കേണ്ടത്. ശർമിഷ്ഠ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ, ഹിന്ദുത്വവാദികൾ തന്നെ ചിലർ എന്നെ വിളിച്ച് പറയുകയുണ്ടായി, നിങ്ങൾ പോസ്റ്റ് ഇടണം, നിങ്ങൾ സോക്കോൾഡ് ന്യൂട്രൽ ആയിട്ട് കളിക്കുന്ന ആളല്ലേ, ഗാന്ധിയനല്ലേ, എന്തുകൊണ്ട് ശർമിഷ്ഠ അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്നില്ല? ഞാൻ ദേശീയ മാധ്യമങ്ങളിൽ ഇരുന്നപ്പോഴും ദേശീയ മാധ്യമങ്ങളിലും ഇംഗ്ലീഷിലും എല്ലാം ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം ജയിലിൽ അടക്കിയല്ല, പകരം ശർമിഷ്ഠയെ പറഞ്ഞ് ശരിയാക്കുകയാണ് വേണ്ടത്. കൽക്കട്ട പോലീസിനെ അടക്കം ടാഗ് ചെയ്ത് ഞാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്ലിം സഹോദരങ്ങളോടും അതാണ് പറയാനുള്ളത്. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോഴോ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴോ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നോ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേ പറയും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നവരെ നമുക്ക് ആദരിക്കാം, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നവരെ നമുക്ക് ആദരിക്കാം. സിമിലർലി ഭഗവാൻ ശ്രീരാമനാണെങ്കിലും ഹരിഹരസുധൻ സ്വാമി അയ്യപ്പനാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിലും നമുക്കും അതേപോലെ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. ചിലപ്പോൾ ആശയങ്ങൾ വ്യത്യാസം കാണും, കാഴ്ചപ്പാടുകൾ വ്യത്യാസം കാണും. പക്ഷേ പരസ്പര ബഹുമാനം, പ്രത്യേകിച്ച് മതങ്ങളും സമുദായങ്ങളും എല്ലാം അത്തരത്തിലുള്ള ഒരു പരസ്പര ബഹുമാനം നമ്മുടെ ഭാരതത്തിന്റെ, ഇന്ത്യയുടെ ഒരു വലിയ കൾച്ചറാണ്, ഇന്ത്യയുടെ വലിയ സംസ്കാരമാണ്. അപ്പൊ ശർമിഷ്ഠ യഥാർത്ഥത്തിൽ അതാണ് ലംഘിച്ചത്. അതുകൊണ്ടാണ് ശർമിഷ്ഠയ്ക്കെതിരെ അത്രയും വലിയ തിരിച്ചടി ഉണ്ടായത്. കോടതികൾ പോലും അതുകൊണ്ടാണ് ശർമിഷ്ഠയെ 14 ദിവസം ജുഡീഷ്യൽ റിമാൻഡിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പൊ മുമ്പ് എൻ്റെ സുഹൃത്തു കൂടിയാണ് BJP-യുടെ സ്പോക്സ് പേഴ്സൺ നൂപുർ ശർമ്മ. പ്രവാചകനെ കുറിച്ച് മോശം പറഞ്ഞതിന് അന്ന് പുറത്താക്കിയതാണ് BJP. സ്പോക്സ് പേഴ്സൺ സ്ഥാനത്ത് ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. ആ കുട്ടിയും അല്ലെങ്കിൽ വളരെ യങ്ങായിരുന്നു, സുഷമാ സ്വരാജായി വളർന്നു വരുമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇതിന്റെ പ്രശ്നം ഈ വിദ്വേഷത്തിൽ നമ്മൾ വീണു പോകരുത്. അത് ഹിന്ദു മുസ്ലിമിനോട്, മുസ്ലിം ഹിന്ദുവിനോട്, ഹിന്ദു ക്രിസ്ത്യാനിയോട്, ക്രിസ്ത്യാനി ഹിന്ദുവിനോട്, ക്രിസ്ത്യാനി മുസ്ലിമിനോട്, മുസ്ലിം ക്രിസ്ത്യാനിയോട്, വിശ്വാസി അവിശ്വാസിയോട്, അവിടെയാണെങ്കിലും നമുക്ക് ആ റെസ്പെക്റ്റിന്റെ കൾച്ചർ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അതുകൊണ്ട് ശർമിഷ്ഠ പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ശർമിഷ്ഠ ചെയ്തത് 100% തെറ്റാണ്. പക്ഷേ 22 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാണ്. 22 വയസ്സെന്ന് പറഞ്ഞാൽ എത്ര? +2 കഴിഞ്ഞിട്ട് 3-4 വർഷം ലോയ്ക്ക് പഠിക്കുകയാണ്. നല്ല രീതിയിൽ ഇൻഫ്ലുവൻസറായ ഭാവി വളർന്നു വരട്ടെ. പണ്ട് രൺവീർ സിംഗ് അലഹബാദി ഇതേപോലെ പേരൻസിനെ കുറിച്ചൊരു മോശം ലൈംഗിക ജോക്ക് പറഞ്ഞപ്പം അതിനെതിരെ ആദ്യം പരാതി കൊടുത്ത ഞാനാണ്. അവർക്കെതിരെ ആക്ഷനൊക്കെ ഉണ്ടായി. പിന്നീട് ആൾക്കാർ വേറെയും പരാതി കൊടുത്തു. ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് നോക്കട്ടെ. അപ്പം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകട്ടെ. വിശ്വാസികൾ പരസ്പരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ. എല്ലാ മതത്തിന്റെയും വിശുദ്ധ ഫിഗേഴ്സ്, അത് ഭഗവാൻ ശ്രീരാമനാണെങ്കിലും ദൈവപുത്രനായ യേശു ക്രിസ്തു ആണെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും അവരെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയട്ടെ. ജയ് ഹിന്ദ്. ഗോഡ് ബ്ലെസ്.